ഹലോ ഗൈസ്, കെ സൈക്ലോപീഡിയയുടെ പുതിയൊരു എപ്പിസോഡോടെ ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ സമയം 4:45 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചെറിയ റൈഡ്, വലിയ ദൂരമൊന്നും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് വീട്ടു സാധനങ്ങൾ മേടിക്കണം. പഴയതുപോലൊന്നും അല്ലല്ലോ. പണ്ടിങ്ങനെ വൈഫ് മേടിച്ചുകൊണ്ട് വരും, ആരെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ. നമ്മൾ തന്നെ മേടിക്കണം, നമ്മൾ തന്നെ കുക്ക് ചെയ്യണം. പണി കുറച്ചേറെ ഒരു ഇഷ്യൂ കൂടുതലാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് എന്തൊക്കെയോ മേടിക്കാനുണ്ട്. കുറച്ച് പച്ചക്കറികൾ മേടിക്കാനുണ്ട്. അപ്പോൾ അവിടെ നോ ഫ്രിൽസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ താമസിച്ചിരുന്ന ആ വീട്ടിൽ, അവിടെ പോകുന്നില്ല, ആ വീട്ടിലെ ഒരു സുഹൃത്തും കൂടെ ഉണ്ട്. അപ്പം പുള്ളിയും കൂടെ കണ്ടെന്നൊരു ഹൈ പറയണം. അതാണ് പരിപാടി. അപ്പോൾ ഇന്ന് രാവിലെയാണ് നല്ല മഴയും ഇതൊക്കെ ആയിരുന്നു. ഇപ്പം ഇവിടെ പിന്നെ ഇറങ്ങുന്നതിന് മുന്നേ ക്ലൈമറ്റ് നോക്കിയിട്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വേറെ മഴയൊന്നും കാണുന്നില്ല. അപ്പോൾ എല്ലാം അതുപോലെ നടക്കട്ടെ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ഇത് പുതിയ റൂട്ടാട്ടോ. അപ്പോൾ ആ റൂട്ടിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, നിങ്ങൾ കൂടെ പിടിച്ചോ. ഈ വീടുകളൊക്കെ കണ്ടോ, ഇതെല്ലാം ഒരു വാള് ഷെയർ ചെയ്ത് പോകുന്ന വീടുകളാണ്. അതിനൊരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. അയ്യോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി പറയാമെന്ന് പറഞ്ഞാണ്, സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ. ഇത് അങ്ങനത്തെ വീടുകളാണ് തോന്നുന്നത്. രണ്ട് വീടാണ്. അതെ, ഇതൊരു സിംഗിൾ വീടാണെന്ന് തോന്നുന്നു. നൈസ് കാഴ്ചകളാണ്. മുന്നോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പോകുന്ന നല്ല ഒന്നാം തരം പോഷ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വീടുകൾ. എന്ത് രസമല്ലേ, നോക്കിയേ കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ യാത്ര എനിക്ക് വേറൊരു ദുരുദ്ദേശം കൂടെ ഉണ്ട്. ഞാൻ ഇന്നലെ പോയ വഴിയിലൂടെ എനിക്ക് കോളേജിൽ പോകാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര കയറ്റമാണ്. ഞാൻ അത്രയും കയറ്റി പോയി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ ചെന്നിരുന്ന് ഉറങ്ങും. ക്ലാസ്സിൽ ചെന്നിരുന്ന് ഉറങ്ങാനല്ലല്ലോ. ഇവിടെ നിന്നൊരു റൈറ്റ് കാണിക്കുന്നുണ്ട്. ഞാനേ ഒന്ന് മാപ്പ് നോക്കിക്കോട്ടെ. ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഈ റൂട്ട് പോയിട്ട് ഇവിടെ നിന്ന് എനിക്കൊരു 4 കിലോമീറ്റർ കൂടെ പോയാൽ കോളേജ് എത്താൻ പറ്റും. മൊത്തം ഒരു 7 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. ഈ റൂട്ട് കയറ്റങ്ങൾ ഒഴിവാക്കി പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ നോക്കണം കേട്ടോ. ഈ വഴി എനിക്ക് പോയി എൻ്റെ കാര്യം നടക്കുമെങ്കിൽ ഞാൻ ഇതായിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ നോക്കട്ടെ. ഇവിടുത്തെ ഒരേ ഒരു പ്രശ്നം, ഓരോ ജംഗ്ഷനിലും വന്ന് ഇങ്ങനെ നോക്കിയേ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അടുത്ത മുന്നോട്ട്. ഞാനിപ്പോൾ നിർത്തി ആ വഴി നേരെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ട്രെയിൽ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സേഫാണ്. ഇനിയിപ്പം നമുക്കൊരു കലക്ക് എൻ്റെ കറവേട്ട. അപ്പോൾ ഈ ട്രെയിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വസ്ഥമാണ്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ നമ്മുടെ പഴയ ഓർമ്മയിൽ ഈ റോഡിൻ്റെ ലെഫ്റ്റ് പിടിച്ച് പോകുന്ന ഒരു അസുഖം ഉണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ റൈറ്റാണ്. ഇത് ട്രെയിലാണ്. പക്ഷേ ഇവിടെ 1-2 ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് ആൾക്കാർ പട്ടിയെ കൊണ്ട് നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, പ്ലീസ് ഹാവ് യുവർ ഡോഗ് സെറ്റ് ഓൺ എ ലീഷ്, പ്ലീസ് പിക്കപ്പ് ആഫ്റ്റർ യുവർ. ഓക്കെ, പട്ടി അപ്പിയിട്ടാൽ നമ്മൾ തന്നെ മാറണം എന്നാണ് അപ്പുറത്തിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ട്രെയിൽ എനിക്ക് 1 കിലോമീറ്റർ ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ഇത് രാവിലെയൊക്കെ കോളേജിലൊക്കെ പോകാൻ ബെസ്റ്റ് വഴിയാണ്. നല്ല നൈസ് വൈബ് അടിക്കുന്നത്. അയ്യാ, ബ്യൂട്ടിഫുൾ അല്ലേ, എന്ത് രസമാണെന്ന് നോക്കിയേ. കാറ്റുണ്ട്. അത് എൻ്റെ ഒരു പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചവിട്ടുമ്പോഴെല്ലാം ഹെഡ്വിൻഡാണ്. നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് ഗിയർ മാറ്റേണ്ടിയൊന്നും വരുന്നില്ല. 2.4 2.5 എന്നൊന്നും അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല. ചെറിയ കയറ്റമാണ് കേട്ടോ അത്. ബട്ട് വെരി മാനേജബിൾ. ഓക്കെ, ഈ ട്രെയിൽ എന്നെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നതെന്ന് ഒരു പിടിയില്ല. ട്രെയിനിൽ ആൾക്കാർ നടക്കാനും പോകുന്നുണ്ട്. ശരി, മുന്നോട്ട് പോവാം. ഗൈസ്, ഇത് നല്ല ഉഗ്രസ്ഥലം. ഇത് നമ്മുടെ ഒരു കുഞ്ഞ് കേരള സെറ്റപ്പൊക്കെ ഫീൽ ചെയ്തിട്ട്. കേരളം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുത്ത് ഇറങ്ങിയാൽ മതി തോന്നുന്നു കേട്ടോ. ഒരു സൈക്ലിസ്റ്റ് ഇങ്ങോട്ട് ചവിട്ടി വരുന്നു, 2 പേര് അങ്ങോട്ട് പോകുന്നു. ആ സൈക്ലിസ്റ്റിനൊരു കൈ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനി അവൻ ഒഫൻസായിട്ട് എടുക്കുമെന്നറിയില്ല. എന്താണെങ്കിലും കൊള്ളാം. മൈൻഡ് പോലും ചെയ്തില്ല ഗൈസ്. മൊത്തം എടുത്ത് നോക്കാം. അടിപൊളി. ഓക്കെ, കണ്ടോ? സോ ഗുഡ്, സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായല്ലോ സൈക്കിൾ ചവിട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കുറച്ച് നാളായിട്ട് മിസ് ചെയ്തിരിക്കുകയായിരുന്നു. ബാക്ക് ടു ലൈഫ്. നോക്കട്ടെ, ഞാനേ ഒന്ന് ആഞ്ഞ് പിടിച്ച് 2 ചങ്ങായിമാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എൻ്റെ കുറച്ച് മുന്നിലാണ്. സ്പീഡ് ചവിട്ടി അവന്മാരൊന്ന് കൂടെ പിടിച്ച് പരിചയപ്പെടാൻ പറ്റുമെന്ന് നോക്കട്ടെ.
ഞാൻ ആ ട്രെയിനിലൂടെ സമാധാനമായി വന്നപ്പോൾ എന്നോട് അതിനൊരു ഷാർപ്പ് ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞു. അയ്യോ അതോ അവിടെ ഒരു കുഴിയും പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ കൺട്രോളിലായി പോട്ടെ. ടിക് 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 ടിക്. ഇനി എങ്ങോട്ടാണ് ഗൂഗിൾ? പറയൂ. ഗൂഗിൾ മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. ഓക്കെ, ഞാനേ ഇവിടെ നിർത്തിയിട്ട് ഒന്നിവിടെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും സേഫ്. ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല കേട്ടോ. കണ്ട എന്തോ പറഞ്ഞു, നോക്കട്ടെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ആ കറക്റ്റാണ്, ഈ റോഡ് നേരെ പോകണം. ഓക്കെ, ഇത് നേരെ ചെന്ന് എനിക്ക് ഇനിയിപ്പോൾ 6 മിനിറ്റും കൂടെ ഉള്ളൂ, ഞാൻ ഇപ്പം എത്തും. ഇത് നേരെ ചെന്ന് അവിടെ കയറുന്നു, അടുത്ത ലെഫ്റ്റ് ജോൺ ടോക്കട്രിയിൽ. ഓക്കെ ശരി, ഓക്കെ നേരെ പോ. ഇങ്ങനെ ഗൂഗിൾ പറയുന്ന പോലെ. ദേ സ്പ്രിങ്ങിൻ്റെ ഭംഗി നിങ്ങളിവിടെ കണ്ടോളൂ. പിന്നെ എൻ്റെ സൈക്കിളിൽ എവിടെ നിന്ന് ടക്ക് ടക്കൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്നാണെന്ന് പിടികിട്ടുന്നില്ല. ആ ഇതാ ഇപ്പോഴൊക്കെ ചെറുതായിട്ട് ഞാൻ ആദ്യം ബോട്ടം ബ്രാക്കറ്റിൽ നിന്നാണ് വിചാരിച്ചത്, പക്ഷെ ബോട്ടം ബ്രാക്കറ്റ് അല്ല. കാരണം പെഡൽ ചെയ്യാതിരിക്കുമ്പോഴും ഒരു സൗണ്ടുണ്ട്. ആ പിന്നെ ഗൈസ് വേറൊരു കാര്യം കേട്ടോ, ഇത് എൻ്റെ ഈ സൈക്കിൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്നലെ ഫുള്ള് മാറ്റ് ബ്ലാക്ക് അടിച്ച് വെച്ചേക്കാണേ. അപ്പോൾ ആരൊക്കെയോ കമൻറ്റ് ചെയ്യുന്ന കണ്ടു, ഇത് ഏതോ മോഷണ വണ്ടിയായിരിക്കും, എന്നിട്ട് ആളിന് സൈക്കിള് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ പെയിൻ്റ് അടിച്ചതായിരിക്കും എന്ന് പറയുന്നു. ലോജിക്കലി വെരി സ്ട്രോങ് ആർഗ്യുമെൻറ്റ്. എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല, കാരണം ഇവിടെ ഭയങ്കര സൈക്കിൾ മോഷണമുള്ള സ്ഥലമാണ് കേൾക്കുന്നത്. ഇനി ഈശ്വര ഇനി അങ്ങനെ വല്ലതും ആണോ അതോ പൈസയും കൊടുത്ത് മേടിക്കുകയും ചെയ്തു. നാളെ ആരെങ്കിലും വന്ന് കുത്തിനെ പിടിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നൊരു പേടിയുണ്ട്. എന്നാൽ നമുക്ക് എൻ്റെ ഈ മേടിച്ച ആളിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ ദാ ഈ ലെഫ്റ്റാണ് എനിക്ക് എടുക്കേണ്ടത്, ജോൺ ടേബർ ട്രെയിൽ. ആ ലെഫ്റ്റ് എടുക്കാം. ഗൂഗിൾ തൻ സ്വഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാനിപ്പോൾ എടുക്കേണ്ട ലെഫ്റ്റാണോ ഈ ലെഫ്റ്റ് എന്നുള്ളത്? ഓക്കെ, ഞാൻ അപ്പുറത്തൊരു ലെഫ്റ്റ് പോയി മാറി എടുത്തു, അതല്ലായിരുന്നു എന്ന് പറയണം. ഈ ലെഫ്റ്റാണെന്ന് പറയണം. നോക്കട്ടെ, ഇങ്ങനെയുള്ള റോഡുകൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇത് തന്നെയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ ഞാൻ ആക്ച്വലി ഇവിടെ വന്നു. ഇതാണ് ഇവിടെ നോ ഫ്രിൽസ് എന്ന് പറയുന്ന ഷോപ്പ്. ഞാൻ ആക്ച്വലി അകത്ത് കയറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഒരു $25 ആണ് മൊത്തത്തിൽ ചിലവായത്. ഇതിവിടുത്തെ ഒരു കുറച്ച് ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നൊരു കട എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം എന്ത് പറ്റി, സാധനങ്ങളെല്ലാം നല്ല ലോഡായി. ഇത് കണ്ടോ, ഇത്രയും ലോഡായി. ഇതിനെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. പക്ഷെ അത്ര സ്റ്റേബിൾ അല്ല. അപ്പോൾ ഈ വെച്ചുകൊണ്ട് പോകുന്നതിന് നല്ലത് തോണത്തിട്ടുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് സ്ട്രോബെറി ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ചെറിയ പാക്കറ്റ് സ്ട്രോബെറി ഇങ്ങനെ മേടിച്ചിട്ട് സ്ട്രോബെറി കൊടുക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് ചവിട്ടി പോകണം. ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. അതാ ഇവിടെ ഷോപ്പോസ് എന്ന് പറയുന്നൊരു സ്റ്റോർ കണ്ടോ, ഷോപ്പോസ് ഡ്രഗ് മാർക്കറ്റ്. ഇവിടെ കയറിയിട്ട് എനിക്ക് എൻ്റെ പ്രസ്റ്റോ കാർഡ് ഒന്ന് റീചാർജ് ചെയ്യാൻ കൂടെ വേണം. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഗൈസ്, ഞാൻ ആദ്യം വിചാരിച്ചു സൈക്കിൾ എടുത്തുകൊണ്ട് ഇവിടെ വയ്ക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ സൈക്കിൾ അവിടെ ഇരിക്കട്ടെ, ഇതിപ്പോൾ കണ്ടെടുത്തോളം അവിടെ ഇച്ചിരി സേഫായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ ഇനി കൊണ്ടുവച്ചിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റിയ സ്ഥലം കിട്ടിയില്ലെങ്കിലോ എന്നൊരു പേടി. അതുകൊണ്ട് സത്യം പറഞ്ഞാലേ ഈ സൈക്കിൾ തെഫ്റ്റ് ഇങ്ങനെ കൂടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. പണ്ടരെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ പോകാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഷോപ്പേഴ്സിൽ കയറി റീചാർജ് ഇവിടെ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല, തിരിച്ചത്ര ദൂരമല്ലേ ഉള്ളൂ, നമുക്ക് നടന്നു തന്നെ പോകും. ഇതാണ് ഷോപ്പേഴ്സിൻ്റെ അകത്ത് കാരണം. അങ്ങനെ എൻ്റെ പ്രസ്റ്റോ കാർഡിൽ ഒരു $30 ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നിരുന്നു. ഓക്കെ, താങ്ക് യു സർ. $30 ലോഡ് ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് അതിന് മാത്രമാണ് ഒരു ടാക്സ് പിടിക്കാത്തത്. ബാക്കി എല്ലാ കുന്തത്തിനും ടാക്സ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കിവിടെ കളഞ്ഞിട്ട് ബില്ല് വേണ്ട. $40.20 ഇതിൻ്റെ പ്രസ്റ്റോ കാർഡിലുണ്ട്. അത് വെച്ച് കുറേ നാൾ ഓടിക്കാം. ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ സൈക്കിളും കൂടെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേന് പിന്നെ നമ്മൾ ബസ്സിൽ എത്രത്തോളം അങ്ങനെ റിലേ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബസ്സിൻ്റെ ഉപയോഗം കുറയ്ക്കണം, സൈക്കിളിൻ്റെ ഉപയോഗം കൂട്ടണം എന്നുള്ളതാണ് എൻ്റെ ടേസ്ക്. നടക്കുമെന്നറിയില്ല, കാരണം നല്ല കയറ്റങ്ങളാണ് കൊണ്ടുവരാം. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. അപ്പോൾ മേ ബി ഇവിടെ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ സൈക്കിൾ എടുത്ത് ബസ്സിൽ കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നല്ല പരിപാടിയാണ്. അപ്പോൾ ഒരു സൈഡിൽ കയറ്റമുള്ള സൈക്കിളിലോട്ട് വേണമെങ്കിൽ സൈക്കിൾ ബസ്സിൽ കൊണ്ടുപോയിട്ട് തിരിച്ചടിച്ച് പുറത്തേക്ക് വരാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കാം എന്തായാലും. അവിടെ എൻ്റെ സൈക്കിൾ ഇരിപ്പുണ്ട് കേട്ടോ, ആരും എടുത്തിട്ടില്ല. സൈക്കിൾ സേഫാണ്. അപ്പോൾ ഞാൻ പോയി സൈക്കിൾ ചവിട്ടി അടുത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് ഒന്ന് പോയിട്ട് വീട്ടിൽ പോകാം.
അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിക്സൺ ട്രെയിൽ എന്നാണ് ഈ റോഡിൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വഴിയിൽ പോവാം. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയാലും എൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് എളുപ്പ വഴി ഏതാണെന്ന് നോക്കിയിട്ട് പോവാം. സമയം ഇവിടെ 6 മണിയായി. ഇതൊരു 6 മണിയുടെ പ്രതീതി എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇവിടെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത്. സൂര്യൻ ഇച്ചിരി ലേറ്റായിട്ടാണ് അസ്തമിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ലൈറ്റും പരിപാടിയൊന്നും പിടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ എന്താ ഇവിടെ നിന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങണം. ഇവിടെ ഇറങ്ങി എൻ്റെ ഫ്രണ്ടിനെയും കൂടെ കണ്ടിട്ട് വേണം പോകാൻ. ഗൈസ് അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഫ്രണ്ടിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. നല്ല രസമുള്ളൊരു ഏരിയയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാ ഏരിയയും നല്ല രസമുള്ളതായതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്കിനി ഒരു 10-11 മിനിറ്റിൽ ഞാൻ വീടെത്തുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം മേടിച്ചത് തോള് തൂക്കിയിരിക്കുന്നത് ഈസിലി ഒരു 10-12 കിലോ എങ്കിലും മിനിമം വരും. അതിപ്പോൾ നല്ല മാസമുണ്ട്. കണ്ടില്ലേ ഇത്രയും വലിയ സാധനം തോളത്ത് കിടക്കണം. അപ്പോൾ ഇത് വെച്ച് സൈക്കിളിലോട്ട് പാടാണ്. ചെറിയ ദൂരമൊക്കെ 3-4 കിലോമീറ്ററൊക്കെ ഓടിക്കാൻ പറ്റും. പക്ഷേ അതിന് മേളിലോട്ടാകുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ബാക്കിലൊരു ക്യാരിയർ, നല്ലൊരു ക്യാരിയർ വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഡിക്കാത്തലോൺ ഇന്നലെ പോയപ്പോൾ കണ്ടിരുന്നു, സാധനമുണ്ട്, നോക്കണം കേട്ടോ. നല്ലൊരു ക്യാരിയറും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം മേടിച്ച് ഇതിൻ്റെ പുറകിൽ കെട്ടിയെല്ലാം വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് വർത്താണ്. അതിന് കുറച്ച് പൈസ ചിലവായാലും അത് വർത്തായിട്ട് എനിക്ക് തോന്നണേ. നോക്കാം ഗൈസ്. അങ്ങനെ വന്നത് വളഞ്ഞു വന്നപ്പോൾ കണ്ടൊരു സ്ഥലമാണ്. നോക്കി ഇനി ഇതിൻ്റെ അകത്തൂടെയാണ് എനിക്ക് പോകേണ്ടത്. എന്ത് രസമാണെന്ന് നോക്കി, 2 സൈഡും. സോ ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഇനി അവിടെ പോയിട്ട് ആ റോഡിൽ കയറിയിട്ട് ലെഫ്റ്റാണ് പറയണത്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ കണ്ടു റോഡിനകത്ത് ഇത് വലിയ പാടാണ് കേട്ടോ. ഞാൻ ഈ റോഡിലൂടെ പോയി കാണിച്ചു തരാം. അടിപൊളിയല്ലേ? എന്ത് രസം നോക്കി. ഇതും കൂടെ ഇരിക്കട്ടെ, ഇപ്പോഴല്ലേ ഫുൾ വൈബ് ആവുള്ളൂ. ഹാൻഡിൽ ബാറിൻ്റെ ഇടയിലൂടെ നോക്കൂ. ഇത് സോ ബ്യൂട്ടിഫുൾ കേട്ടോ. അയ്യോ എന്ത് രസം നോക്കി. മരം എന്ത് കളറാണിത്. മടുക്കില്ല കേട്ടോ എത്ര ചവിട്ടിയാലും. കാരണം പുതിയ പുതിയ കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പല പല പച്ചപ്പ്. ഇതെല്ലാം മഞ്ഞുകാലമാവുമ്പോൾ ഇതെല്ലാം ഫുൾ കഥ മാറും കേട്ടോ. അതും ഞാൻ വീഡിയോ ഇടും, അതും നിങ്ങൾ കാണണം. എന്ത് രസം നോക്കിയേ. 400 മീറ്റർ കഴിഞ്ഞ റൈറ്റ്. ഓക്കെ, ഞാനപ്പോൾ മുന്നോട്ട് പോട്ടെ കേട്ടോ. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ വാട്ടർ ടവർ ഡ്രൈവ് ആണോ റോഡൊന്നും ഇത് എഴുതിയിട്ടുണ്ട്. ഈ സാധനമാണ് എൻ്റെ അടയാളം കേട്ടോ. അതായത് ഞാൻ വീടെത്താറായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാധനം കണ്ടിട്ടാണ്. ഇതുപോലെ വേറെയും അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടു. എൻ്റെ ഒരു ധാരണയിൽ ഇതെവിടെ ഉണ്ടോ ആ പരിസരത്താണ് എൻ്റെ വീടെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇതിവിടെ മാത്രം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാമല്ലേ. എന്തായാലും മുന്നോട്ട് പോകാം. എത്തി. ഇപ്പം ഞാൻ എവിടെയാണ് എത്തിയതെന്ന് അറിയാലോ. നിങ്ങൾക്ക് കാനഡയിൽ അധികം സ്ഥലങ്ങളെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ഡീൻ പാർക്ക് റോഡ് മറക്കരുത്. എന്താ ഡീൻ പാർക്ക് റോഡിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ ഇപ്പോൾ വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. വീട്ടിലോട്ട് പോട്ടെ. ഒരു പറ്റി എന്താ അറിയാം, എല്ലാം കറക്റ്റ് തന്നെ. എല്ലാം ഇന്ന് പോയ കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് നടന്നു. ഗ്രേറ്റഡ് കോക്കനട്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു, അത് മറന്നുപോയി. പിന്നെ രണ്ടാമതായിട്ട് പ്രധാന ഒരു പറ്റെന്ന് പറയുന്നത് സ്ട്രാവ് ആയിട്ടില്ല ഗൈസ്. ഞാൻ ചവിട്ടുന്നില്ല എന്ന് നാട്ടുകാരിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് ചവിട്ടി, പക്ഷേ സ്ട്രാവ് ആയിട്ടില്ല. പോട്ടെ പോട്ടെ, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. ഇല്ലെങ്കിൽ പോയി മാനുവലായിട്ടുള്ള ആഡ് ചെയ്യണം. ഇത്രയും മെനക്കെടാൻ വയ്യ. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും പറയാൻ വന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടില്ലേ. നമുക്ക് ഇതുപോലെ പുതിയ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കാം. സമയമുള്ളപ്പോൾ വീഡിയോ ഇടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.